കോഴിക്കോട് കണ്ടംകുളങ്ങരയിൽ വൻ ലഹരിമരുന്ന് വേട്ട 79.74 ഗ്രാം MDMA-യുമായി 3 പേർ എലത്തൂർ പോലീസിന്റെ പിടിയിലായി. കോഴിക്കോട് സ്വദേശികളായ മിഥുൻ രാജ്, നിജിൽ, രാഹുൽ എന്നിവരാണ് പിടിയിലായത്. മേഘ മാധവൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി. മേഘ, 79.74 ഗ്രാം MDMA-യാണ് ഇപ്പോൾ കോഴിക്കോട് നിന്ന് പിടികൂടിയത്. എങ്ങനെയാണ് ഇപ്പോൾ ഈ പ്രതികളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തോ മറ്റ് വിവരങ്ങൾ? നന്ദു, നിലവിൽ ഈ പ്രതികൾ കോഴിക്കോട് എലത്തൂർ സ്റ്റേഷനിലാണ് ഉള്ളത്. കോഴിക്കോട് നഗരത്തിന് സമീപത്ത് വെച്ച്, അതായത് പാവങ്ങാട് ഒരു വാടക വീട് കേന്ദ്രീകരിച്ചായിരുന്നു MDMA ഉണ്ടായിരുന്നത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് 79.74 ഗ്രാം MDMA പിടികൂടിയിരിക്കുന്നത്. 3 പേരാണ് രാഹുൽ രാജ്, നൈജിൽ, അതിനൊപ്പം മറ്റൊരാളുടെ പേര് അതായത് മിഥുൻ എന്നിവരാണ് പിടിയിലായത്. മിഥുൻ രാജ് എന്നിവരാണ് പിടിയിലായത്. ഇവർ നേരത്തെ തന്നെ പോലീസ് പറയുന്ന ഒരു കാര്യം എന്നത് ഇവർ MDMA ചെറു പാക്കറ്റുകളിലാക്കി മറ്റ് ആളുകൾക്ക് വിൽപ്പന നടത്തുന്ന ആളുകൾ ആണ് എന്നതാണ്. ഇവർ ഇത്തരത്തിൽ MDMA ഉപയോഗിക്കുന്ന ആളുകളാണ് എന്നും കോഴിക്കോട് ജില്ലയിൽ പലയിടങ്ങളിലായി MDMA വിതരണം ചെയ്യുകയാണ് ഇവരുടെ ജോലി എന്നതുമാണ് പോലീസ് പറയുന്നത്. പോലീസും ഡാൻസ് സ്റ്റാഫും നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലാകുന്നത്. ഏതായാലും നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് ഉള്ളത്. അല്പസമയത്തിനകം തന്നെ പക്ഷേ നമുക്ക് വിഷ്വൽ ഉൾപ്പെടെ എടുക്കാൻ സാധിക്കും. നിലവിൽ പോലീസ് സ്റ്റേഷനിലാണ് ഇവർ ഉള്ളത്. വലിയ തരത്തിൽ കോഴിക്കോട് ജില്ലയിൽ പലയിടങ്ങളിലായി ഇത്തരത്തിൽ MDMA വിൽപ്പന നടക്കുന്നുണ്ട് എന്ന രഹസ്യ വിവരം പോലീസിന് ലഭിച്ചിരുന്നു. പോലീസും ഡാൻസ് സ്റ്റാഫും ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ തരത്തിൽ ഇത്തരം ആളുകളെ പിടികൂടാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ തരത്തിലുള്ള പരിശോധനയും കഴിഞ്ഞ കുറേ ദിവസമായി കോഴിക്കോട് ജില്ലയിൽ നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ 3 കോഴിക്കോട് സ്വദേശികൾ പിടിയിലായിരിക്കുന്നത്. ശരി മേഘ, തുടരുക. മറ്റൊരു വാർത്തയുടെ വിവരം കൂടി അറിയേണ്ടതുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചാ കേസ് താമരശ്ശേരി കോടതി ഇന്ന് പരിഗണിക്കും. റിമാൻഡിലായ മുഖ്യപ്രതി MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബിനായുള്ള കസ്റ്റഡി അപേക്ഷ ക്രൈംബ്രാഞ്ച് ഇന്ന് സമർപ്പിക്കും. വിശദമായ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായാണ് ഷുഹൈബിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നത്. ഷുഹൈബിൻ്റെ ജാമ്യാപേക്ഷയും സത്യവാങ്മൂലവും പരിഗണിക്കുന്നതും കോടതി ഇന്നത്തേക്ക് മാറ്റിയിരുന്നു. മേഘയുണ്ട് വിവരങ്ങൾ. മേഘ, എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? നന്ദു, 11 മണിയോടുകൂടിയായിരിക്കും താമരശ്ശേരി കോടതി കേസ് പരിഗണിക്കുക. MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബിൻ്റെ കസ്റ്റഡി അപേക്ഷയാണ് പരിഗണിക്കുന്നത്. ഇതിനൊപ്പം തന്നെ ഈ കേസിൽ പിടിയിലായ അബ്ദുൽ നാസറിൻ്റെ കസ്റ്റഡി അപേക്ഷയും ജാമ്യാപേക്ഷയും കൂടി ഇന്ന് താമരശ്ശേരി കോടതി പരിഗണിക്കുന്നുണ്ട്. ഇന്നലെ പരിഗണിച്ചപ്പോൾ ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഷുഹൈബിനെ ഇതുവരെയും അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല. കസ്റ്റഡിയിൽ വാങ്ങിയാൽ ചോദ്യം ചെയ്യുക, അതിനൊപ്പം തെളിവെടുപ്പ് പൂർത്തിയാക്കുക എന്നതായിരിക്കും അന്വേഷണ സംഘം, ക്രൈംബ്രാഞ്ച് സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു അൺഎയ്ഡഡ് സ്കൂളിലെ പിയൂണായ അബ്ദുൽ നാസർ ഇത്തരത്തിൽ ചോദ്യപേപ്പർ പാക്കറ്റ് പൊട്ടിച്ച് വാട്സപ്പ് വഴി അയച്ചു കൊടുത്തതാണ് MS സൊല്യൂഷൻസിന്. MS സൊല്യൂഷൻസിലെ അധ്യാപകനായ ഫഹദിന് എന്ന് പോലീസിന് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. മറ്റ് ഏതെങ്കിലും ആളുകൾക്ക് ഇതിൽ പങ്കുണ്ടോ? അതിനൊപ്പം ഈ ഷഹദ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലായിരുന്നപ്പോൾ തന്നെ ഷുഹൈബ് പറഞ്ഞൊരു കാര്യം, മറ്റ് ആളുകൾക്ക് അല്ലെങ്കിൽ മറ്റ് ഏജൻസിക്കൊക്കെ തന്നെ ഇതുമായി ബന്ധമുണ്ട് എന്നതാണ്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന് അറിയേണ്ടതുണ്ട്. വിശദമായ അന്വേഷണമാണ് ക്രൈംബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. അതുകൊണ്ട് ഇന്നത്തെ കസ്റ്റഡി അപേക്ഷയും നിർണായകമാണ്. തീർച്ചയായിട്ടും മേഘ സൂചിപ്പിച്ചതുപോലെ മുഹമ്മദ് ഷുഹൈബിനായുള്ള കസ്റ്റഡി അപേക്ഷ അത്രത്തോളം നിർണായകമാണ്. കൂടുതൽ വിവരങ്ങൾ ഷുഹൈബിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ പോലീസിന് തേടേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണവും കൃത്യമായ രീതിയിൽ നടത്തേണ്ടതുണ്ട്. മേഘയാണ് വിവരങ്ങൾ നൽകിയത്.